പയ്യന്നൂർ അഗ്നിരക്ഷാ നിലയത്തിലെ സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ സജീവൻ പി.ക്ക് യാത്രയയപ്പ് നൽകി. 1999 ഫയർമാനായി സേവനത്തിൽ പ്രവേശിച്ച് വിവിധ നിലയങ്ങളിൽ ജോലി ചെയ്ത സജീവൻ പി. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ തസ്തികയിൽ നിന്നാണ് വിരമിച്ചത്. പഴയങ്ങാടി മാടായിപ്പാറയിൽ താമസിക്കുന്ന സജീവൻ വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യൻ പ്ലൈവുഡ് ഫാക്ടറിയിലെ തീപിടുത്തം, പുതിയങ്ങാടിയിലെ അമോണിയ ലീക്കേജ്, രാമപുരത്തെ ഹൈഡ്രോക്ലോറിക് വാതക ചോർച്ച, 2018-19 വർഷങ്ങളിലെ മഹാപ്രളയ സമയത്തും വയനാട് ചൂരൽമലയിലെ ഉരുൾപൊട്ട ബാധിത പ്രദേശത്തും രക്ഷാപ്രവർത്തനത്തിന് നിയോഗിച്ച ജില്ലയിൽ നിന്നുള്ള ആദ്യ സംഘത്തിൽ ഉൾപ്പെടെ വിവിധ രക്ഷാപ്രവർത്തനങ്ങളിൽ സജീവൻ മാതൃകാപരമായി പ്രവർത്തിച്ചിട്ടുണ്ട്. കേരള അഗ്നിശമന സേനയുടെ ഫുട്ബോൾ ടീം അംഗമായ സജീവനെ ആദരസൂചകമായി തളിപ്പറമ്പ്, പയ്യന്നൂർ, തൃക്കരിപ്പൂർ, പെരിങ്ങോം നിലയങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏകദിന സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചിരുന്നു. ടൂർണമെന്റിൽ 1-2 സ്ഥാനങ്ങൾ നേടിയ തളിപ്പറമ്പ്, പയ്യന്നൂർ നിലയങ്ങളെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു. പ്രശസ്ത സിനിമാ നടൻ പി. കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഇന്ന് സെപ്റ്റംബർ 30 സെപ്റ്റംബർ 13 ജനന തീയതി ആയതുകൊണ്ട് എത്ര ദിവസങ്ങൾ കിട്ടി? 17 ദിവസവും കൂടി അദ്ദേഹത്തിന് അധികം കിട്ടി അല്ലേ? അങ്ങനെ സെപ്റ്റംബർ 13 ജനനത്തി ആയതുകൊണ്ട് സെപ്റ്റംബർ മാസം 30 തീയതി സർവീസിൽ നിന്ന് അദ്ദേഹം വിരമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേര് സജീവൻ എന്നാണ്. സജീവൻ എന്ന് പറയുന്ന പേര് കൊണ്ട് തന്നെ അർത്ഥമാണ് അദ്ദേഹം സജീവനാകുന്നത്. അതിന് നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ 26 വർഷമാണ് അദ്ദേഹം സേവനമനുഷ്ഠിച്ചത്. അത് 26 വർഷത്തിൽ 10 വർഷം വിദേശത്താണ്. പക്ഷെ സാധാരണ വിദേശത്ത് പോവുക കൂടുതൽ സമ്പാദ്യം ഉണ്ടാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ സുഖകരമായ ജീവിതം നയിക്കാൻ വേണ്ടി. ഇത് വിദേശത്ത് പോയി നല്ല സമ്പാദ്യം ഉണ്ടാക്കി നാട്ടിൽ വന്ന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അദ്ദേഹം പോയത് അവിടെയും ഏത് പ്രവർത്തനം തന്നെയാണ്? ഈ സേഫ്റ്റി അല്ലെങ്കിൽ ഫയർഫോഴ്സിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തത്. ആ വിദേശത്തെ ജോലിയും നമ്മുടെ ജോലിയും തമ്മിലുള്ള വ്യത്യാസമൊക്കെ അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിൽ പറയായിരിക്കും. നമ്മുടെ കേരളത്തിലെ ഫയർഫോഴ്സിനെ കുറിച്ചും അതേപോലെ വിദേശത്തുള്ള ഫയർഫോഴ്സിനെ കുറിച്ച് അദ്ദേഹം നന്നായി സംസാരിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പറയില്ലേ? റീജിയണൽ ഫയർ ഓഫീസർ പി. രഞ്ജിത്ത്, ജില്ലാ ഫയർ ഓഫീസർ ബിജുമോൻ SK, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലെ വിവിധ നിലയത്താന്മാർ എന്നിവർ സംസാരിച്ചു. സ്റ്റേഷൻ ഓഫീസർ PV പ്രകാശ് കുമാർ അധ്യക്ഷത വഹിച്ചു. സിവിൽ ഡിഫൻസും ചടങ്ങിൽ ഉപഹാരം നൽകി. P. സജീവൻ മറുപടി പ്രസംഗം നടത്തി. ഫസ്റ്റ് വൺ ന്യൂസ്, പയ്യന്നൂർ.